സർഫസ് ഏരിയ ആൻഡ് വോളിയം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 13.5 വരെയുള്ള എക്സസൈസ് എല്ലാ ക്വസ്റ്റ്യൻസും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ ചാപ്റ്ററിൽ വരുന്ന എല്ലാ ഫോർമുലസും കൂടി എഴുതിയതാണ്. അപ്പോൾ ആദ്യം ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 × LB + BH + HL. അതുപോലെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേർവ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും തന്നെയാണ്. അത് 2H × L + B ആണ്. വോളിയം എന്ന് പറയുന്നത് ക്യൂബോയിഡിന്റെ L × B × H. ഇനി ക്യൂബിന്റെ കേസിൽ ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6A². അതിന്റെ CSA കേർവ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4A². അതുപോലെ ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് A³. ഇനി നമ്മൾ സിലിണ്ടറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr × H + R ആണ്. 2πr × H + R. കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πRH. വോളിയം എന്ന് പറയുന്നത് πr²H. ഇനി കോണിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr × L + R ആണ്. അതുപോലെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് πrL. എല്ലാം ഇവിടെ സ്ലാൻഡ് ആയിട്ടാണ്. അപ്പോൾ അത് ചില സമയത്ത് തന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് L = r√r² + h². വോളിയം എന്ന് പറയുന്നത് 1/3 πr²H. ഇനി സ്ഫിയറിൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr², വോളിയം 4/3 πr³. സ്ഫിയറിന്റെ നേരെ ഹാഫ് ആണ്. അപ്പോൾ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3πr². കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr². അതിന്റെ വോളിയം ഇതിന് നേരെ ഹാഫ് ആണ് വരിക, 2/3 πr³. ഇത്രയും ഫോർമുലാസ് ആണ് അതിൽ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നമുക്കിനി 13.6 എക്സസൈസ് ചെയ്യാം. The circumference of the base of a cylindrical vessel. അവിടെ നമുക്ക് സർക്കംഫറൻസ് ആണ് തന്നിട്ടുള്ളത്. 132 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 25 സെന്റിമീറ്റർ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, എത്ര അതിൻ്റെ ഉള്ളിൽ കൊള്ളും, അങ്ങനെയുള്ളത് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വോളിയം ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സിലിണ്ടറിക്കൽ വെസൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം = πr²H ആണ്. അതുപോലെ ഇവിടെ ലിറ്റേഴ്സിലാണ് കാണാൻ പറ്റില്ല. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്? ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് 1000 സെന്റിമീറ്റർ ക്യൂബ് = 1 ലിറ്റർ ആണ്. ലാസ്റ്റ് നമുക്ക് ഇത് ആൻസർ സെന്റിമീറ്റർ ക്യൂബിൽ കിട്ടും. അതിനെ കൺവേർട്ട് ചെയ്താൽ മതി ലിറ്ററിലേക്ക്. അപ്പോൾ നമുക്ക് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം? R വേണം അല്ലെ? H തന്നിട്ടുണ്ട്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2πr. അതായത് സിലിണ്ടർ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് റൗണ്ട് ആയിട്ടാണ് ഉണ്ടാവുക. ഇതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്. 2πr എന്ന് പറയുന്നത് 132 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുന്നത് 132 / 2π ആണ്. 2 × പൈയുടെ വാല്യൂ 22/7. ആ 7 മുകളിലേക്ക് കൊടുക്കുക. ഇവിടെ 66 വന്നു. അതായത് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 66 വന്നു. ഇനി ഈ 66ലും 22ലും എന്തുണ്ട്? 11 കോമൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6/2 എന്ന് വന്നു. 6/2 ആവുമ്പോൾ ഇതിന് 3. അപ്പോൾ R എന്ന് പറയുന്നത് നമുക്ക് 21 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. R 21 സെന്റിമീറ്റർ ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് 22/7 × R എത്രയായിരുന്നു? 21 × ഹൈറ്റ് എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഇവിടെ 7ഉം ഇത് ക്യാൻസലായി 3. ഇനി ഇത് 4ഉം കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 66 21 × 25 എന്ന് പറയുന്നത് 5 10 2 4. അപ്പോൾ 5 2 5 525ന് 66 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 66 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 1 31 5 6 4 34650 ആണ് വരുന്നത്. 34650 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ /1000 വരും. അതായത് ഇത്രയും സെന്റിമീറ്റർ ക്യൂബിനെ നമുക്ക് ലിറ്റേഴ്സിലേക്ക് മാറ്റണം. ലിറ്റേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? = 34650 / 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അവിടെ 0 ക്യാൻസലായി. 3465/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലേസ് ഇങ്ങോട്ടേക്ക് പോയിന്റ് കൊടുക്കുക. 34.65 ലിറ്റർ. അതാണ് അതിൻ്റെ ആൻസർ. ലിറ്ററിൽ ചോദിച്ചതുകൊണ്ട് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതുക.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ദി ഇന്നർ ഡയമീറ്റർ ഓഫ് എ സിലിണ്ടറിക്കൽ വുഡൻ പൈപ്പ് ഈസ് 24 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത് 28 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ദ ലെങ്ത് ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത് 35 സെന്റിമീറ്റർ. ഫൈൻഡ് ദ മാസ് ഓഫ് ദ പൈപ്പ് ഇഫ് 1 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് വുഡ് ഹാസ് മാസ് 0.6 gram ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അതായത് രണ്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അവിടെ 14 ആണ് തന്നിട്ടുള്ളത്. അതുപോലെ പുറമേ ഇതുപോലെ ഒരു റൗണ്ട് ഉണ്ടാവും. ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഈ വുഡിൻ്റെ മാത്രം നമുക്ക് കിട്ടണമെങ്കിൽ അതായത് പൈ r². നമ്മൾ പുറമേ ഉള്ളത് അതായത് ഔട്ടർ ഡയമീറ്റർ ആണ് നമുക്ക് 28. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആയിട്ട് എടുക്കുന്നത്. റേഡിയസ് എന്ന് പറയുന്നത് 28/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 14 കിട്ടും. അതുപോലെ ഇന്നർ ഡയമീറ്റർ ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത് 24 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ റേഡിയസ് R എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ ഔട്ടറിൻ്റെത് ക്യാപിറ്റൽ R ആണ്, ഇന്നറിൻ്റെത് സ്മോൾ r. അപ്പോൾ പൈ r² ഇൻറ്റു എച്ച്. ഹൈറ്റ് നമുക്ക് സെയിം ആണ്. ലെങ്ത് ഓഫ് പൈപ്പ് എത്രയാണ് 35 സെന്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എച്ചിൽ വ്യത്യാസമില്ല. അപ്പോൾ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് വരിക. അതായത് ഔട്ടറിലുള്ള വോളിയം മൈനസ് ഇന്നറിലുള്ള വോളിയം ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. ഔട്ടറിലുള്ളത് എന്ന് പറയുമ്പോൾ പൈ r² എച്ച് വരും. ഇന്നറിലുള്ളത് പൈ r² എച്ച്. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ ഇതിൽ പൈ നമുക്ക് കോമൺ ആയിട്ടുണ്ട്, എച്ചും കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് അത് പുറത്തേക്ക് എടുത്തിട്ട് r² മൈനസ് r² എന്നുള്ളത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്നു. അപ്പോൾ നമ്മുടെ ഫോർമുല ഇവിടെ വോളിയം ഈക്വൽ ടു പൈ r² മൈനസ് r² ഇൻറ്റു എച്ച്. ഇവിടെ പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു r² എന്ന് പറയുന്നത് ക്യാപിറ്റൽ R എത്രയാണ് 14² മൈനസ് സ്മോൾ r 12² ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പൈപ്പ് 35 ആണ്. അപ്പോൾ ഇവിടെ ഈ 7ഉം ഈ 35ഉം കൂടി ക്യാൻസൽ ആയിട്ട് 5 ആയി. അപ്പോൾ 22 ഇൻറ്റു 14 എന്ന് പറയുന്നത് 196 മൈനസ് 146 ഇൻറ്റു 5. അപ്പോൾ 196 നിന്ന് 144 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എത്ര വരുന്നത് 52. 22 ഇൻറ്റു 52 ഇൻറ്റു 5 ആണ് വരുന്നത്. ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 10 260 ഇൻറ്റു അതായത് 26 ഇൻറ്റു 22 ചെയ്ത് നോക്കുക. 12 5 12 5. അപ്പോൾ 572 5720 സെന്റിമീറ്റർ ക്യൂബ് നമുക്ക് കിട്ടി. 1 സെന്റിമീറ്റർ ക്യൂബിന് 0.6 ആണെങ്കിൽ മാസ് ഓഫ് ദ പൈപ്പ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി 5720 ഇൻറ്റു 0.6. അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5720 ഇൻറ്റു 6 എന്ന് പറയുന്നത് 12 1 42 43 4 34. ഇവിടെ നമുക്ക് ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പോൾ 3432 gram ആണ് വരുന്നത്. ഇതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ ഡിവൈഡ് ബൈ 1000 കൊണ്ട് ചെയ്യുക. ഡിവൈഡ് ബൈ 1000 ചെയ്യുകയാണെങ്കിൽ 34.32 അതായത് 3 പ്ലേസ് കഴിഞ്ഞിട്ടാണ് 3.432 കിലോഗ്രാം വരും. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും മതി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. Third question. A soft drink is available in 2 packs. A tin can with a rectangle base of length 5 cm, width 4 cm, height 15 cm എന്ന് തന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് സിലിണ്ടർ വിത്ത് circular base of diameter 7 cm, height 10 cm. Which container has greater capacity and by how much? അപ്പോൾ രണ്ടിനും കപ്പാസിറ്റി ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം ആണ് കാണേണ്ടത്. അപ്പോൾ ടിൻ ക്യാൻ എല്ലും ബിയും എച്ചും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ടിൻ ക്യാനിൻ്റെ വോളിയം അതായത് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. എൽ എത്രയാണ് 5 ഇൻറ്റു 4 ഇൻറ്റു 15. 5 ഇൻറ്റു 4 ഇൻറ്റു 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഇൻറ്റു 15. 20 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 300 സെൻറ്റിമീറ്റർ ക്യൂബ് കിട്ടി. ഇനി പ്ലാസ്റ്റിക് സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് പൈ r² എച്ച് ആണ്. ഇവിടെ റേഡിയസ് 7/2 ആണ്. പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു 7/2 ഇൻറ്റു 7/2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇത് 5 ക്യാൻസലായി, 2 11 ക്യാൻസലായി, 7 ക്യാൻസലായി, 77 ഇൻറ്റു 5 എന്ന് പറയുന്നത് 385.
അപ്പോൾ 385 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഏത് പ്ലാസ്റ്റിക് സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ പ്ലാസ്റ്റിക് സിലിണ്ടർ has greater capacity. അങ്ങനെ എഴുതുക. അതിനുശേഷം ബൈ ഹൗ മച്ച് എന്നുണ്ട്. ബൈ ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. അതായത് 385 മൈനസ് 300. 85 സെൻറ്റിമീറ്റർ ക്യൂബ് ഏതിന് കൂടുതലാണ്? പ്ലാസ്റ്റിക് സിലിണ്ടറിന് കൂടുതലാണ്. അപ്പോൾ ബൈ ഹൗ മച്ച് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ചെയ്ത് ഏതിനാണ് ഗ്രേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ എഴുതുക. അപ്പോൾ പ്ലാസ്റ്റിക് സിലിണ്ടർ ഹാസ് ഗ്രേറ്റർ കപ്പാസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് 94.2 സെൻറ്റിമീറ്റർ ക്യൂബ് ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ റേഡിയസും അതിൻ്റെ വോളിയം കാണാം. പൈയുടെ വാല്യൂ 3.14 തന്നിട്ടുണ്ട്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ആ വാല്യൂ തന്നെ നമ്മൾ എടുക്കണം. ലാറ്ററൽ സർഫസ് ഏരിയ, സിലിണ്ടറിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ നമുക്കറിയാം 2πRh. 2πRh ആണ് എത്ര തന്നിട്ടുള്ളത്? 94.2 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എച്ചിൻ്റെ വാല്യൂ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് R കണ്ടുപിടിക്കുക. ഇവിടെ R എന്ന് പറയുന്നത് 94.2 ഡിവൈഡ് ബൈ 2 ഇൻറ്റു പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു എച്ച് വരും. എച്ച് എത്രയാണ്? 5. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4, 8, 14, 7, 1, 47.1 47.1ഉം ഇവിടെ നമുക്ക് ഇനി എത്രയാണ് കിട്ടുക? ഇതിന് രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്താൽ 314 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 2750 1570 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ പോയിന്റ് കൊടുക്കുമ്പോൾ 15.7 ആണ് വരുന്നത്. 15.7 അതായത് 47.1 ബൈ 15.7 ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 157 ഇൻറ്റു 3 എന്ന് പറയുന്നത് 2 4. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടി. റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് വോളിയം ഈക്വൽ ടു ഇവിടെ πr²h ആണ്. പൈയുടെ വാല്യൂ 3.14. ഇത് ആദ്യത്തെ പാർട്ട് റേഡിയസ് കാണാനാണ്, രണ്ടാമത്തത് വോളിയം. R എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു 3 ഇൻറ്റു 5 9 ഇൻറ്റു 5 45. 314 ഇൻറ്റു 45 7 15 16 1 5 12 13 1 4 7 15 16 1 5 എത്ര പ്ലേസ് ആണ്? 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് കൊടുക്കുക. 141.30 സെൻറ്റിമീറ്റർ ക്യൂബ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. Fifth question, it cost rupees 2200 to paint the inner curved surface of a cylindrical vessel of 10 meter deep. If the cost of painting is at the rate of rupees 20 per meter square, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണേണ്ടത് ഇന്നർ CSA കാണണം, അതുപോലെ റേഡിയസ് കപ്പാസിറ്റി കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നർ കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണെന്ന് തന്നിട്ടില്ല, അത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. ലെറ്റ് ദ ഇന്നർ കർവ്ഡ് സർഫസ് ഏരിയ ബി എക്സ്. അപ്പൊ എക്സിന് നമ്മൾ 20 കൊണ്ട് എത്രയാണോ നമുക്ക് ഇന്നർ കർവ് സർഫസ് ഏരിയ കിട്ടുന്നത് അതേ ഇൻറ്റു 20 ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് കിട്ടുക. അപ്പൊ ഇവിടെ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2200. അപ്പൊ അത് അറിയില്ല, ഇന്നർ കർവ് സർഫസ് ഏരിയ അറിയില്ല. അതേ ഇൻറ്റു ₹20 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എത്ര? 2200. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഇന്നർ കർവ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2200 ഡിവൈഡ് ബൈ 20. അപ്പോൾ 20 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 110 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നർ CSA എന്ന് പറയുന്നത് 110 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്തത് നമുക്ക് റേഡിയസ് ആണ് കാണുന്നത്. ഇന്നർ കർവ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ ഇന്നർ CSA എന്താണ്? 2πRh. 2πRh is equal to 110. ഇവിടെ നമുക്ക് h തന്നിട്ടുണ്ട്, R ആണ് കണ്ടുപിടിക്കേണ്ടത്. R എന്ന് പറയുന്നത് 110 ഡിവൈഡ് ബൈ 2πh ആണ്. അപ്പോൾ ഇവിടെ
110 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 22/7. ആ 7 നമുക്ക് മുകളിൽ എഴുതാം. 22/7 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ അതിൽ 0 ക്യാൻസലായി. 11ഉം 2. അപ്പോൾ 7/4 ആണ് വരുന്നത്. 7/4 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് എന്നുള്ളത്. ഇനി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇവിടെ πr²h ആണ്. അപ്പോൾ 22/7 ഇൻറ്റു 7/4 ഇൻറ്റു 7/4 ഇൻറ്റു 10. അപ്പോൾ ഇവിടെ ഒരു 7 ക്യാൻസലായി. ഇവിടെ 2, ഇവിടെ 11, ഇവിടെ ഈ 2ഉം ഈ 10ഉം കൂടി 5. അപ്പോൾ എത്രയാണ് വരുന്നത്? 35. 35 ഇൻറ്റു 11/4 വരുന്നുണ്ട്. 35 ഇൻറ്റു 11 5 3 5 3 385. 385/4 ആണ് കിട്ടുന്നത്. 385/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 9 4s are 36. 25. 25ൽ 6 4s are 24. 1 ആയി പോയിന്റ് ഇടുക. 10 2 8 20ൽ അപ്പോൾ 96.25 സെൻറ്റിമീറ്റർ ക്യൂബാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നർ TSA കാണണം, റേഡിയസ് കാണണം, അതുപോലെ കപ്പാസിറ്റി കാണണം. അപ്പോൾ 6th question, the capacity of a closed cylindrical vessel of height 1 meter is 15.4 liters. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15.4 ലിറ്റർ. ഹൗ മെനി സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് മെറ്റൽ ഷീറ്റ് വുഡ് ബി നീഡഡ് ടു മേക്ക് ഇറ്റ്. അതായത് എത്ര മെറ്റൽ ഷീറ്റ് വേണം എന്നുള്ളത്. അതിൻ്റെ TSA ആണ് നമുക്ക് കാണേണ്ടത്. TSA എന്ന് പറയുന്നത് നമുക്കറിയാം 2πr ഇൻറ്റു h+r ആണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല? R തന്നിട്ടില്ല. അതിന് പകരം കപ്പാസിറ്റി തന്നിട്ടുണ്ട്. കപ്പാസിറ്റി എന്ന് പറയുന്നത് വോളിയം 15.4 ലിറ്റർ ആണ്. അപ്പം അതിനാ നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് മാറ്റാൻ വേണ്ടി ഡിവൈഡ് ബൈ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ വരും? 3 പ്ലേസ് ഇങ്ങോട്ടേക്ക് പോയിന്റ് മാറ്റണം. അപ്പോൾ 0.0154 മീറ്റർ ക്യൂബായി. വോളിയം എന്ന് പറയുന്നത് πr²h ആണ്. πr²h is equal to 0.0154 ആണ്. അങ്ങനെയാണെങ്കിൽ r² ആണ്. r² എന്ന് പറയുന്നത് 0.0154 ഡിവൈഡ് ബൈ പൈ എന്ന് പറയുന്നത് 22/7. 7 മുകളിൽ എഴുതി ഇൻറ്റു h എത്രയാണ്? 1 മീറ്റർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കാം. ക്യാൻസൽ ചെയ്ത് നോക്കുമ്പോൾ ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 11 ആയി. ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 0.0077 വന്നു. അപ്പോൾ ഇത് എത്രയായി? 0.007 എന്നുള്ളത് കിട്ടി ഇൻറ്റു 7. അപ്പോൾ ഇവിടെ r² എന്ന് പറയുന്നത് 0.0049 ആണ് വരുന്നത്. r². അപ്പോൾ r എന്ന് പറയുന്നത് √0.0049. അപ്പോൾ 2 0 റൂട്ടിൽ നമ്മൾ പുറത്തേക്ക് എഴുതുമ്പോൾ 0.0. അതുപോലെ 49 എന്ന് പറയുന്നത് 7. അപ്പോൾ r എന്ന് പറയുന്നത് 0.07 സെൻറ്റിമീറ്ററാണ്. സെൻറ്റിമീറ്റർ അല്ല, ഇവിടെ മീറ്ററാണ്. അപ്പോൾ മീറ്റർ. ഇനി നമുക്ക് ഹൗ മച്ച് ഏരിയ ഓഫ് ഷീറ്റ്, മെറ്റൽ ഷീറ്റ് എത്രയാണ് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. TSA എന്ന് പറയുന്നത് 2πr ഇൻറ്റു h+r. 2 ഇൻറ്റു 22/7 ഇൻറ്റു r എത്രയാണ്? 0.707. h എന്ന് പറയുന്നത് 1 പ്ലസ് 0.07. ഇവിടെ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 0.01 ആയി. അപ്പോൾ 44 ഇൻറ്റു 0.01 ഇൻറ്റു ഇതെത്ര വരും? 1.07. ഇങ്ങനെയാണുള്ളത്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.44 വരും. 0.44 ഇൻറ്റു 1.07 ആണ്. ഇതിന് രണ്ടിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. 107 ഇൻറ്റു 44. 44 28 2 4 28 2 4 10 1 6 7 4708 ആണ് വരുന്നത്. 4708. എത്ര പ്ലേസ് കഴിഞ്ഞാൽ പോയിന്റ്? 1 2 3 4 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പോൾ ഇവിടെ പോയിന്റ് 0.4708 മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. So 7th question, a lead pencil consists of a cylinder of wood with a solid cylinder of graphite filled in the interior.
അവിടെ ഡയമീറ്റർ ഓഫ് പെൻസിൽ നമുക്ക് തന്നിട്ടുണ്ട് 7 millimeter ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ഗ്രാഫൈറ്റ് 1 millimeter. ഇഫ് ദ ലെങ്ത് ഓഫ് ദ പെൻസിൽ ഈസ് 14 centimeter. ഫൈൻഡ് ദ വോളിയം ഓഫ് വുഡ് ആൻഡ് ദാറ്റ് ഓഫ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൻ്റെതും കാണണം, അതുപോലെ വുഡിൻ്റെതും കാണണം. അപ്പോൾ നമുക്ക് ഒരു പെൻസിലിന് പുറമെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക, വുഡ് ഉണ്ടാവും അല്ലെ, അതിൻ്റെ ഉള്ളിലൊരു ഗ്രാഫൈറ്റ്, ആ ബ്ലാക്ക് കളർ നമുക്ക് വരുന്ന എഴുതുന്ന ഭാഗം, അതായത് അത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ നമുക്ക് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഡയമീറ്റർ എത്രയാണ്, ഗ്രാഫൈറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1 millimeter ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് 1 millimeter ആണെങ്കിൽ നമ്മൾ ഉള്ളിലുള്ളത് സ്മോൾ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 millimeter. അപ്പോൾ അതിൻ്റെ വോളിയം കാണാൻ പറഞ്ഞിട്ടുണ്ട്. വോളിയം ഓഫ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ടു πr²h. h എത്രയാണ്, ലെങ്ത് ഓഫ് പെൻസിൽ 14 centimeter ആണ്. ഇത് നമുക്ക് മില്ലിമീറ്ററിലാണുള്ളത്. അപ്പോൾ സെന്റിമീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 14 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 millimeter എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഗ്രാഫൈറ്റിൻ്റെ വോളിയം ആണ് ആദ്യം കാണുന്നത്. അപ്പോൾ 22/7 × 1/2 × 1/2 × 140. അപ്പോൾ ഇവിടെ 2 11 കൊണ്ട് ക്യാൻസലായി. ഇവിടെ വേണമെങ്കിൽ നമുക്കിത് 70 എന്ന് എഴുതാം. 10. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 11 × 10 എന്ന് പറയുന്നത് 110 millimeter ക്യൂബ് ആണ് ഗ്രാഫൈറ്റിൻ്റെ വോളിയം. ഇവിടെ നമുക്ക് വോളിയം ഓഫ് വുഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫോർമുല വരിക V = നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു πr² - r² × h ആണ്. പക്ഷേ ഇവിടെ നമ്മൾ πr²h കണ്ടുപിടിച്ചു, ഗ്രാഫൈറ്റിൻ്റെ വോളിയം കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, ആ പെൻസിലിൻ്റെ വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം രണ്ടിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് ഡയമീറ്റർ ഓഫ് പെൻസിൽ എത്രയാണ് തന്നിട്ടുള്ളത്, ഡയമീറ്റർ ഓഫ് പെൻസിൽ അവിടെ 7 millimeter ആണ്. അപ്പോൾ പെൻസിലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ R ആയിട്ട് എടുക്കുന്നു, അത് 7/2. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 22/7 × 7/2 × 7/2 × h എന്ന് പറയുന്നത് 140. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നില്ലേ, നമുക്ക് ഡയറക്റ്റ് ഈ ഫോർമുല എടുത്തിട്ട് വുഡിൻ്റെ മാത്രം കാണണമെങ്കിൽ ഇതാണ് എളുപ്പം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ഇത് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇവിടെ 7 11 ഇവിടെ 70. എത്രയാണ്, 77 × 70 ആണ്. അപ്പോൾ 49 49 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53. 5390 എന്ന് വരും. 5390 millimeter ക്യൂബ്. അപ്പോൾ വോളിയം ഓഫ് വുഡാണ് നമുക്ക് വേണ്ടത്. വോളിയം ഓഫ് വുഡ് എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്തിട്ട് വോളിയം ഓഫ് വുഡ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, 5390 - 110. അപ്പോൾ 5390 - 110 എന്ന് പറയുമ്പോൾ 5280 millimeter ക്യൂബാണ് വോളിയം ഓഫ് വുഡ്. അങ്ങനെയാണത് ചെയ്യുന്നത്. Question: A patient in a hospital is given soup daily in a cylindrical bowl of diameter 7 cm. If the bowl is filled with soup to a height of 4 cm, how much soup will the hospital has to prepare daily to serve 250 patients? കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര സൂപ്പ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഒരു ബോളിൻ്റെ കാണുക. അതായത് ഇവിടെ വോളിയം എന്ന് പറയുന്നത് πr²h ആണ്. πr² 22/7 × റേഡിയസ്, ഡയമീറ്റർ ആണ് 7 cm തന്നിട്ടുള്ളത്. റേഡിയസ് എന്ന് പറയുന്നത് 7/2 × 7/2 × ഹൈറ്റ് 4 cm ആണ്. അപ്പോൾ 2 to 4 ക്യാൻസലായി, 7 7 ക്യാൻസലായി, 154 cm ക്യൂബാണ്. ഇവിടെ 250 പേഷ്യൻസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് സൂപ്പ് ടു ബി പ്രിപ്പയർഡ് ഡെയിലി ഈക്വൽ ടു 154 × 250 ചെയ്താൽ മതി. 154 × 250 എന്ന് പറയുമ്പോൾ നമുക്ക് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 27 2 7 8 5 8 3 3850 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇത്രയും മതിയിട്ട് സൂപ്പ് ഡെയിലി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ എക്സസൈസ് കഴിഞ്ഞു. ഇതിൽ കാൽക്കുലേഷൻ നല്ലപോലെ ചെയ്ത് പഠിക്കുക. അടുത്ത വർഷം നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ഫോർമുല അറിയണം, കാൽക്കുലേഷൻ നല്ലോണം അറിയുകയാണെങ്കിൽ
എക്സസൈസ് ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.